നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലേക്കുള്ള ഇന്ധന ഇറക്കുമതി തടസ്സപ്പെടാതിരിക്കാൻ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുമായി ഇന്ത്യൻ നാവികസേന. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ 5 ആധുനിക യുദ്ധക്കപ്പലുകളെയാണ് നാവികസേന വിന്യസിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഷിപ്പിംഗ് മന്ത്രാലയം എന്നിവയുടെ സംയുക്തമായ നീക്കമാണിത്. ഇറാൻ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 20 ഊർജ്ജവാഹക കപ്പലുകൾ ഉൾപ്പെടെ 22 ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതുവരെ കപ്പലുകൾക്ക് കൃത്യമായ റൂട്ട് നിർദ്ദേശങ്ങൾ നൽകുകയും കടലിടുക്ക് കഴിഞ്ഞാലുടൻ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഉപയോഗിച്ച് അകമ്പടി സേവിക്കുകയും ചെയ്യുന്ന രീതിയാണ് നാവികസേന പിന്തുടരുക. LPG വഹിച്ചുകൊണ്ടുവരുന്ന പൈൻ ഗ്യാസ്, ജഗ്വസന്ത് എന്നീ കപ്പലുകളെ നാവികസേന സുരക്ഷിതമായി കടത്തിവിട്ടു. ഇവ മാർച്ച് 26, 27 തീയതികളിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തും. നേരത്തെ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകളെയും ഇത്തരത്തിൽ സുരക്ഷിതമായി എത്തിച്ചിരുന്നു. കടലിനടിയിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നതിനാൽ ഹൈഡ്രോഗ്രാഫിക് ചാർട്ടുകൾ ഉപയോഗിച്ച് അതീവ ജാഗ്രതയോടെയാണ് കപ്പലുകളെ നയിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പേർ മരിച്ചു. അബുദാബിയിലെ സൊഹാൻ സ്ട്രീറ്റിലുണ്ടായ സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിൽ നിന്ന് തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും UAE വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തിരുന്നു. എന്നാൽ തകർക്കപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും സൈന്യം ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. US, ഇസ്രായേൽ, ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ആഗോള ഊർജ്ജ വിപണിയിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ, ഇറാഖ്, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ഇറാൻ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും പല രാജ്യങ്ങളിലും ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുന്നത്. ഇറാനോട് ശത്രുത പുലർത്താത്ത രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കടലിടുക്കിലൂടെ സഞ്ചരിക്കാമെന്ന് ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ച് സ്വകാര്യ കമ്പനിയായ നയാര എനർജി പെട്രോളിന് ലിറ്ററിന് 5.3 രൂപയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതിയ നിരക്കുകൾ നിലവിൽ വന്നു. ഗുജറാത്തിലെ വാദിനാറിലുള്ള നയാരയുടെ റിഫൈനറി ഏപ്രിൽ ആദ്യവാരം മുതൽ 35 ദിവസത്തേക്ക് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുകയാണ്. ഇത് രാജ്യത്തെ എണ്ണ ശുദ്ധീകരണ ശേഷിയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നയാര വില വർദ്ധിപ്പിച്ചെങ്കിലും ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ പൊതുമേഖലാ കമ്പനികൾ നിലവിൽ വില കൂട്ടിയിട്ടില്ല. എന്നാൽ സ്വകാര്യ കമ്പനികളുടെ ചുവട് പിടിച്ച് വരും ദിവസങ്ങളിൽ പൊതുമേഖലാ കമ്പനികളും വില വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ഉപയോക്താക്കൾ. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ കേസെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. പ്രഥമ ദൃഷ്ട്യാ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് കളക്ടർ അറിയിച്ചു. ചൊവ്വാഴ്ച കായംകുളത്ത് നടന്ന UDF കൺവെൻഷനിടെയാണ് ഇർഷാദ് LDF സ്ഥാനാർത്ഥിയായ പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. സംഭവം വിവാദമായതിന് പിന്നാലെ ഇർഷാദിനെ ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാർച്ച് 28-ന് പശ്ചിമ ബംഗാൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് BJPയുടെ രാഷ്ട്രീയ സ്വാധീനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. സന്ദർശന വേളയിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരെ BJP ഒരു ഔദ്യോഗിക കുറ്റപത്രം പുറത്തിറക്കും. കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിലെ ദുർഭരണവും അഴിമതിയും അവതരിപ്പിക്കുന്ന വിശദമായ ശ്വേതപത്രവും BJP ഇതിനോടൊപ്പം പുറത്തുവിടും. വിമർശനത്തിൽ എല്ലാ പാർട്ടികളും അന്തസ്സ് പാലിക്കണമെന്ന് പിണറായി വിജയൻ. പൊതുരംഗത്തുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിന്റെ അധിക്ഷേപം സംബന്ധിച്ച വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് KC വേണുഗോപാൽ അടക്കമിരിക്കുന്ന വേദിയിലാണ് അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചത്. പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ അങ്ങനെ കാണുന്നത് തന്നെ മനോവൈകൃതമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടനാട്ടിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പത്രിക പിൻവലിച്ചു. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സജി ജോസഫ് വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചയെ തുടർന്നാണ് പത്രിക പിൻവലിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. പത്രിക പിൻവലിക്കുകയാണെന്ന് സ്ഥാനാർത്ഥി KM അഷ്റഫ് പറഞ്ഞു.
പറഞ്ഞു. മഞ്ചേശ്വരത്ത് രാവിലെ ചേർന്ന SDPI യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള തീരുമാനമുണ്ടായത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടുവെങ്കിലും പ്രാദേശിക നേതൃത്വവും സ്ഥാനാർത്ഥിയായ KM അഷ്റഫും വിസമ്മതിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ അഷ്റഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർച്ചയായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മത്സരിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് SDPI എത്തിയത്. NDA കാലങ്ങളായി രണ്ടാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫാണ് UDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയുടെ പേരിന് സമാനമായ പേരുള്ള KM അഷ്റഫ് കൂടി മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. നാടക സിനിമാ നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ചാണ് അന്ത്യം. പുലർച്ചെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. നടനും MLAയുമായ മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച തൃശൂർ തൃത്തല്ലൂരിൽ. ഭാര്യ സന്ധ്യ രാജേന്ദ്രൻ, മകൻ ദിവ്യദർശൻ. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.